ഹലോ ഗൈസ്, എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർത്തുങ്കിലെ നിന്ന് ഇറങ്ങി ലേന്ന് മണാലിക്ക് പോകുന്ന വീഡിയോ ആണ് വരാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചിരുന്ന റൂം. ഇവിടത്തെ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. മേലോട്ട് പോകണേ, സ്റ്റെപ്പ് കയറിയിട്ട് പോകണം. ഇവിടുത്തെ മെയിൻ എന്ന് പറയാൻ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി അടിപൊളി കേട്ടോ. ലേല് വലിയ ചാർജ് ഒന്നുമില്ല. ഈ ഒരു ചാർജിൽ ലേല് റൂം കിട്ടാന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതാണ് റൂം വരുന്നത്. കുറെ റൂംസ് ഉണ്ട്. ഇതാണ് ഒരു റൂം. ഇത് വൃത്തിയാക്കാണ് പത്ര ഉണ്ടാവുള്ളൂ. പിന്നെ വാഷ്റൂമും കാര്യങ്ങളാണെങ്കിലും അടിപൊളിയാണ്. ഇപ്പം ഇറങ്ങിപ്പോയതേ ഉള്ള ഇവിടുത്തെ ടീംസ് എല്ലാവരും. ഞങ്ങൾ മലയാളികൾ 12 പേരായിരുന്നു ഇന്നലെ ഇവിടെ താമസിച്ചിരുന്നേ. നമ്മളെ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. ദുർജയ് സർ. ഈ ദുർജയ് സാറിന്റെ ആണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആണ്, ഒന്നും പറയാനില്ല. സോ ഞാന് ഇവരുടെ നമ്പറും എല്ലാ ലൊക്കേഷനും വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടും. ലേയിൽ വരുന്നവർക്ക് എന്തായാലും ഉപകാരമാവും. ഓക്കെ, ചേട്ടന്റെ കൂടെ ഒരു വീഡിയോ എടുക്കാന്. അടിപൊളിയാട്ടോ ആള്. നല്ല ഹോസ്പിറ്റാലിറ്റി, നല്ല കെയറിംഗ് ആണ്. അടിപൊളിയാ. മരുഭൂമി പോലത്തെ ഗൈസ്, ചുറ്റും മരുഭൂമി പോലത്തെ മലനിരകളും. മരുഭൂമി തന്നെ ആക്ച്വലി. ലഡാക്ക് എന്ന് പറയുന്ന ഒരു കോൾഡ് ഡെസേർട്ട് ആണല്ലോ. മരുഭൂമി തന്നെ നോക്കിയ ഫുള്ള്. നമുക്കിപ്പോ ഇവരെ കൂടെയാ, നമ്മളെ വിക്കിന്റെ കൂടെയാണ് ഇപ്പൊ നമ്മള് ട്രാവൽ ചെയ്യുന്നത്. വിക്കിയും അവരുടെ ടീംസ് ഉണ്ട്. നമ്മളിപ്പോ അറൌണ്ട് 8 പേരുണ്ട്. 10 പേരുണ്ട്. വിക്കി അതാ മുന്നേ പോകുന്ന കാണാം നമുക്ക് ബൈക്കില്. ഗൈസ്, നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് അവസാനം തഗ്ലങ്ല ടോപ്പിലെത്തിയൊക്കെയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ വേഗം പോയിട്ടുണ്ട്. ശ്വാസം കിട്ടുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നു ഈ വീഡിയോ. എനിക്ക് ഫുള്ള് മഞ്ഞുമല, മഞ്ഞുരുക്കുന്ന ലെഫ്റ്റ് സൈഡിൽ മഞ്ഞുരുക്കുന്ന കാണിച്ചു കൊടുക്കുക. ഗൈസ് നോക്കിക്കേ, മഞ്ഞുകട്ടകൾക്കിടയിലൂടെയാണ് കേട്ടോ പോകുന്നത് ഞങ്ങള്. എന്താ ഫുള്ള് സൈഡ് മഞ്ഞുകട്ട. അടിപൊളി. ഗൈസ് ഫുള്ള് ഐസിന്റെ ഇടയിലൂടെയാ പോകുന്നത്. ഒരു രക്ഷയില്ല. റോഡാണെങ്കിൽ അതില് ശോഭ. ഇതെങ്ങനെയാ ഒപ്പിച്ച് പോകുന്നതാണ്. വണ്ടിക്ക് ഒപ്പിച്ച് കയറുന്ന. വണ്ടിക്കാണെങ്കിലോ ഇത് ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പോ നമുക്ക് ഓക്സിജന്റെ കുറവ് എങ്ങനെയാ, അതേപോലെ തന്നെ വണ്ടിക്കും സീനുണ്ട്. വണ്ടിയും വലിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഫുള്ള് നോക്കിക്ക, ഫുള്ള് മഞ്ഞുമല സംഭവങ്ങളാണ്. ഏതോ റൂട്ടിൽ കൂടെയാണ് പോയത്. ഞങ്ങൾ ഇന്നലെ ഓൾമോസ്റ്റ് പെട്ട അവസ്ഥയായിരുന്നു. അതിനെ കുറിച്ച് എവിടെയെങ്കിലും എന്ന് സെറ്റിൽഡ് ആയി ഔട്ട് പറയാന്ന് വെച്ചിട്ടാണ്. നല്ല പെട്ട അവസ്ഥയായിരുന്നു. അടിപൊളിയായിട്ട് പെട്ട പോലെയായിരുന്നു.